എല്ലാവർക്കും ലൈഫ് വിഷൻ ടോപ്പ് ടെന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ശ്രീ കെ സുധാകരനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ചെങ്കടിയുടെ നാടെന്നറിയപ്പെടുന്ന കണ്ണൂരിൽ അവയ്ക്കും മേലെ ത്രിവർണ പതാക പറപ്പിച്ച ധീരനായ ധൈര്യശാലിയായ ചങ്കൂറ്റമുള്ള ഒരു കോൺഗ്രസിൻ്റെ യുവതുർക്കിയാണ് കെ സുധാകരൻ. കണ്ണൂർ നമുക്കെല്ലാവർക്കും അറിയാം. കൊള്ളുവയ്പ്പിൻ്റെയും കൊലയുടെയും ബാമ്പെറിയലിൻ്റെയും ബോംബ് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെയും ഒരു കേന്ദ്രമാണ്. അവിടെ മറ്റാർക്കും കടന്നെത്താൻ പറ്റില്ല. കെ സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതം തുടക്കം കുറിച്ച് കണ്ണൂരിൽ ഒരു മാറ്റം വരുത്തിയ ആ ചെങ്കൊടി 100% ചെങ്കൊടിയുടെ നാടെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്ന അന്നത്തെ അവിടെ നേതാക്കളെ ചങ്കൂറ്റത്തോടുകൂടി എതിർത്ത് അതിന് നിലംപരിശാക്കിയ കഥ മാത്രമേ ഉള്ളൂ കെ സുധാകരനെക്കുറിച്ച് പറയാൻ. ഇന്നും ശക്തനാണ്, ആരുടെ മുന്നിലും തലകുനിക്കാത്തൊരു കഥാപാത്രം, എന്തും വെട്ടിത്തുറന്നു പറയുന്ന ഒരു സ്വഭാവക്കാരൻ, ആർക്കും തോറ്റു കൊടുക്കില്ല എന്നുള്ള വാശിയുള്ള ഒരു, ശരിക്കു പറഞ്ഞാൽ ഒരു ആർക്കും ഭയപ്പെടാത്ത ഒരു ജന്മവും. ഇന്നും ആ ശക്തിയും ആ ഗാംഭീര്യവും. കെ സുധാകരനുള്ള ഏറ്റവും വലിയൊരു ഗുണം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. മനസ്സിൽ തോന്നുന്നത് ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും അത് ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയാൻ കഴിവുള്ള ഒരു ശക്തിയുള്ള നേതാവാണ്. നീണ്ടകാലം DCCയുടെ പ്രസിഡൻ്റായി. ഇപ്പോൾ അദ്ദേഹം തന്നെ ആ ചങ്കൂറ്റമുള്ള ആ മനുഷ്യൻ്റെ കൈകൊണ്ട് ആശീർവദിച്ചു മറ്റൊരു യുവതുർക്കി ഇറക്കിയിരിക്കുകയാണ്, സണ്ണി ജോസഫ്. സണ്ണി ജോസഫിന് അനുഗ്രഹിച്ചത് യഥാർത്ഥത്തിൽ കെ സുധാകരനാണ്. പല വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായി. പാർട്ടി പറയുന്നത് അനുസരിച്ചു. പാർട്ടിക്ക് വേണ്ടി ഇതുവരെ ജീവിച്ചു, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. പല ദുഷ്പ്രചരണങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായി. എതിർ പാർട്ടിക്കാർ അദ്ദേഹത്തിനെ പലതവണ വധിക്കാൻ ശ്രമിച്ചു. അതിൽ അദ്ദേഹം രക്ഷപ്പെട്ടു. ഇന്നും കണ്ണൂരിൽ ത്രിവർണ പതാക പാറി കളിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സൂത്രധാരൻ, സൂത്രശാലി, ധൈര്യശാലി ഒക്കെ അദ്ദേഹം തന്നെയാണ്. ആ പേര് അദ്ദേഹത്തിന് സ്വന്തപ്പെട്ടതാണ്. അദ്ദേഹം ഇന്നും അവിടെ രാജാവായി തന്നെ ചെങ്കൊടിയുമായി ജീവിക്കും. അതിൽ നിന്നും അദ്ദേഹത്തിന് ഒരു വ്യത്യസ്ത നിലപാടുകളും ഉണ്ടാകില്ല. അദ്ദേഹത്തിന് വേണ്ടി എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഇന്നും ആർത്ത് വിളിക്കും, കെ സുധാകരൻ ഞങ്ങളുടെ ശക്തിയുള്ള നേതാവ്, ഞങ്ങളുടെ ധീരനായ നേതാവ്, ഞങ്ങളുടെ എല്ലാമെന്നും അദ്ദേഹത്തെ ഇന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും, എന്നും പറയുകയും ചെയ്യും. നമ്മുടെ ഇപ്പോഴൊന്ന പുതിയ DCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് എല്ലാവിധങ്ങളും മംഗളം നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചത് ചങ്കൂറ്റത്തിൻ്റെ ഒരു അടയാളമായി തന്നെ കാണണം. ശ്രീ സണ്ണി ജോസഫിന് എല്ലാവിധ അഭിവാദനങ്ങളും നമുക്ക് നേരാം. ഒപ്പം ശ്രീ കെ സുധാകരൻ്റെ അനുഗ്രഹങ്ങളും പ്രചോദനങ്ങളും അദ്ദേഹത്തിന് എന്നും വഴികാട്ടിയായിരിക്കും. ജയ് ഹിന്ദ്.